Good morning, students. In this class, we are going to explain Class 5 GS third chapter Diseases. Okay, this is your third chapter, Class 5 Diseases. Okay, നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന ഡിസീസാണ് കൊറോണ എന്ന് പറയുന്നത് അല്ലേ. സോ എന്താണ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസീസ്? നമുക്ക് അസുഖങ്ങൾ വരും അല്ലേ. ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് our body or some parts of our body do not function properly. അതായത് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് our body or some parts of our body do not function properly. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാർട്സും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്താലേ നമുക്ക് ഡിസീസ് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് അവർ ബോഡി ഓർ സം പാർട്സ് ഓഫ് അവർ ബോഡി ഡു നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. അതായത് നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുവാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡിസീസ്. ഓക്കെ, so clear it. Disease is a condition in which our body or some parts of our body do not function properly. Okay, so each disease has its own symptom. അതായത് ഓരോ ഡിസീസിനും ഓരോ സിംറ്റം ഉണ്ട് അല്ലേ. സിംറ്റം ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എ ഡിസീസ്. സിംറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എ ഡിസീസ്. നമുക്കൊരു അസുഖം ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു അടയാളം, അതിനെയാണ് നമ്മൾ സിംറ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫീവർ ഈസ് എ സിംറ്റം ഓഫ് എ ഡിസീസ്. ഫീവർ എന്ന് പറയുന്നതാണ് പനി അല്ലേ. പനി വരാത്തവരാരുമില്ല. അപ്പോൾ ഈ ഫീവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് എ ഡിസീസ്. ഒരു അസുഖം ഉണ്ടെന്ന് നമ്മളെ അറിയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു അടയാളമാണ് എന്ത്? സിംറ്റം എന്ന് പറയുന്നത്. സോ ഫീവർ ഈസ് എ സിംറ്റം ഓഫ് എ ഡിസീസ്. ഫീവർ എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ല, ഒരു ഡിസീസിന്റെ സിംറ്റമാണ്. ഓക്കെ, സിമിലർലി ഹെഡേക്സ് and pain in various parts of the body are also symptoms. അതായത് നമുക്ക് ഹെഡേക്ക് വരും അല്ലേ, തലവേദന വരും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ പെയിൻ വരും. ഈ പെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് എ ഡിസീസ്. അതായത് നമുക്കൊരു ഡിസീസ് ഉണ്ടെന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതാണ് ഈ സിംറ്റംസ്. ഹെഡേക്ക്, അതുപോലെ തന്നെ പെയിൻ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ഓൾസോ symptoms. Okay, sometimes a disease can be diagnosed on the basis of symptoms. നമ്മൾ ഒരു ഡിസീസ് വന്നാൽ നമ്മൾ ഈ സിംറ്റംസ് പറഞ്ഞാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. നമുക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്? ഇപ്പോൾ ഹെഡേക്ക് ഉണ്ട് അല്ലെ, ഫീവർ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞായിരിക്കും നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് അല്ലേ. സോ sometimes disease can be diagnosed on the basis of a symptom. Okay, so what is disease? Disease എന്ന് പറഞ്ഞാൽ എന്താണ്? Disease is a condition in which our body or some parts of our body do not function properly. നമ്മുടെ ശരീരം മൊത്തമായോ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും പാർട്സോ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ഡിസീസ്. ഓക്കെ, ഡിസീസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഡിസീസ് രണ്ട് രീതിയിലുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡിസീസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഡിസീസ് എത്ര ടൈപ്പ് ഉണ്ട്? ടു ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡിസീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നും. ഓക്കെ, So first one is
communicable diseases. എന്താണ് communicable disease എന്ന് പറഞ്ഞാൽ? So let us learn more about communicable diseases. Can you see this? Communicable diseases. Diseases that spread from one person to another are called communicable diseases. Communicable diseases are caused by germs. Germs are very small living organisms. Okay. അപ്പോൾ communicable disease എന്ന് പറഞ്ഞാൽ എന്താണ്? Communicable diseases that spread from one person to another are called communicable diseases. Communicable disease എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലേ? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് കൊറോണ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് കൊണ്ട് ഇതിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ജേംസ്. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കോസ് ചെയ്യാൻ കാരണം ജേംസ് ആണ്. ജേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ സ്മോൾ ലിവിങ് ഓർഗാനിസംസ്. ദേ ആർ ഓൾസോ കോൾഡ് മൈക്രോബ്സ്. ജേംസിന് പറയുന്ന മറ്റൊരു പേരാണ് മൈക്രോബ്സ്. മൈക്രോബ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് ഈ മൈക്രോബ്സിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. വി ക്യാൻ സീ ഓൺലി അണ്ടർ ദ മൈക്രോസ്കോപ്പ്. നമുക്കൊരു മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ മൈക്രോബ്സിനെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദീസ് മൈക്രോബ്സ് ക്യാൻ ബി സീൻ ഓൺലി അണ്ടർ മൈക്രോസ്കോപ്പ്. These microbes can be seen only under a microscope. Okay, there are 4 types of microbes: bacteria, virus, fungi and protozoa. There are 4 types of microbes. Microbes 4 type ഉണ്ട്. ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസസ്, ഫഞ്ചൈ ആൻഡ് protozoa. Okay, these are the 4 types of microbes. Okay, next is നമ്മളിപ്പോൾ എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഡിസീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, എങ്ങനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ക്യാൻ ബി സ്പ്രെഡ് ഇൻ 4 different ways. ത്രൂ ഇൻഫെക്റ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ഫുഡും വാട്ടറും കഴിച്ചാൽ, അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട ഫുഡും വാട്ടറും ഉപയോഗിച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ത്രൂ എയറിൽ കൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ത്രൂ ഇൻസെക്റ്റ് ബൈറ്റ്സ്. അതായത് ഇൻസെക്റ്റ്, അതായത് മോസ്കിറ്റോസ് പോലെയുള്ള ഇൻസെക്ട്സ് നമ്മളെ ബൈറ്റ് ചെയ്താൽ അതിലൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും. പിന്നെ 4th വൺ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, സോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ക്യാൻ ബി സ്പ്രെഡ് ഇൻ 4 ways, which are through infected food and water, through air, through insect bites and through direct contact. ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡിലൂടെയും വാട്ടറിലൂടെയും എങ്ങനെയാണ് ഇൻഫെക്റ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസീസസ് സച്ച് ആസ് ടൈഫോയിഡ്, കോളറ, ട്യൂബർകുലോസിസ്, ജോണ്ടിസ്, dysentery and food poisoning are transmitted through contaminated food and water. അതായത് ടൈഫോയിഡ്, കോളറ, ട്യൂബർകുലോസിസ്, ജോണ്ടിസ്, ഡിസെൻട്രി ആൻഡ് ഫുഡ് പോയ്സണിങ് ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറിലൂടെയാണ്. അതായത് മലിനമാക്കപ്പെട്ട ഫുഡും വാട്ടറും കഴിക്കുന്നതിലൂടെയാണ് ടൈഫോയിഡ്, കോളറ, ട്യൂബർകുലോസിസ്,
ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞപ്പിത്തം, ഡിസെൻട്രി, വയറിളക്കം, ഫുഡ് പോയ്സണിങ്, ഇതെല്ലാം ഉണ്ടാകുന്നത് ഇൻഫെക്റ്റഡ് ഫുഡും വാട്ടറും യൂസ് ചെയ്യുന്നതിലൂടെയാണ്. ഫ്ലൈസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ കണ്ടാമിനേറ്റിംഗ് ഫുഡ്. അതായത് ഫുഡ് കണ്ടാമിനേറ്റഡ് ആകാനായിട്ട് കാരണം ഫ്ലൈസ് ആണ്. ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ചയും കൊതുകും അതുപോലെയുള്ള ഫ്ലൈസ് ഒക്കെയാണ് ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. ദേ വിസിറ്റ് garbage heaps and pick up disease causing germs from there. They can sit on clean uncovered food and transfer the germs. When we eat such food we fall sick. അതായത് ഈ ഫ്ലൈസ് എല്ലാം തന്നെ ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസിലൊക്കെ പോയിരിക്കും. അവിടെ നിന്ന് ഡിസീസ് കോസിങ് ജേംസുമായിട്ട് നമ്മുടെ നല്ല വൃത്തിയുള്ള അൺകവർ ചെയ്തിരിക്കുന്ന, അതായത് മൂടി വയ്ക്കാത്ത ഫുഡിൽ വന്നിരിക്കും. ആ ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മളെങ്ങനെയാവും? നമുക്കും ഈ അസുഖം പടരും. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ത്രൂ എയറിലൂടെ എങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ആകുന്നത്? വെൻ എ പേഴ്സൺ കഫ്സ് ഓർ സ്നീസ് ദ ജേംസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ എയർ. With a healthy person breathes in the air along with the germs, he or she gets the disease. Disease such as influenza, flu, cough, cold, chickenpox and measles are passed from one person to another through air contaminating germs. അതായത് അസുഖമുള്ള ഒരാൾ കഫ് ചെയ്യുക അല്ലെങ്കിൽ സ്നീസ് ചെയ്യുക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവരുടെ ശരീരത്തിൽ നിന്ന് ഈ ജേംസ് എയറിൽ സ്പ്രെഡ് ചെയ്യും. ആ എയറിൽ സ്പ്രെഡ് ചെയ്യുന്ന ജേംസ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കിന് അയാളുടെ ശരീരത്തിലും ഈ ജേംസ് എത്തും. ഓക്കെ. അങ്ങനെയുള്ള ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ എക്സാമ്പിൾസ് ആണ് ഇൻഫ്ലുവൻസ ഓർ ഫ്ലൂ, കഫ്, കോൾഡ്, ചിക്കൻ പോക്സ്, measles. These are the diseases that passed from one person to another through containing germs. Okay. So these are our today's topic. You study well. We will meet in the next class. Thank you.